ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ റീൽസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഈ റിസോർട്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ചെറിയൊരു വ്ളോഗ്, നമ്മുടെ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ നമ്മൾ കഴിച്ച ഫുഡ്, അതിനെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു റിസോർട്ട് ഡേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇത് ഇടുക്കി പാഞ്ചാലിമേടുള്ള ഹൈ റേഞ്ചസ് എന്ന റിസോർട്ടാണ്. കിഡിലെ ആംബിയൻസ് ആയിരുന്നു അല്ലേ. നമ്മൾ പിന്നെ കസിൻസ് ഒക്കെ ചെയ്തുകൊണ്ട് വേറൊരു വൈബായിരുന്നു. പിന്നെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടിയൊരു ലൈബ്രറി ഉണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല, ബുക്ക് വായിച്ചിരിക്കും നമ്മൾ റിസോർട്ടിലൊക്കെ വന്നിട്ട്. ഒന്ന് പോയമോ, അങ്ങനെയുള്ളവരല്ല. ഇങ്ങനെ എന്താണ് കാമാൻ കൊയിറ്റായിട്ടൊക്കെ അങ്ങനെയല്ല, ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യണം. അവർക്ക് പറ്റിയൊരു സ്പേസ് ആണ്. ഒരു എസ്തെറ്റിക് മോഡ് അവിടെ എന്തായാലും ഉണ്ട്. പക്ഷെ നമ്മളെ പോലെ കുത്തി പറഞ്ഞാൽ വന്നവർക്ക് മസ്റ്റ് ആയിട്ടും വരാം, മസ്റ്റ് ട്രൈ. അതായത് ഭയങ്കര പ്രൈവസിയാണ്, നമുക്ക് എന്ത് വേണേ അവിടെ ചെയ്യാം. വേണ്ട, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുട്ടികളായിട്ട് വരുന്നവർക്ക് അവരെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ 2 പേര് അവിടെ ഉണ്ട്. കുട്ടികൾക്ക് സ്പെഷ്യൽ ഡേ കെയർ ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ അഴിച്ചു വിടാം. അതുകൊണ്ടാണല്ലേ ഇത്ര ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടന്നത്. പിന്നല്ലാണ്ട് റൂംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നിനൊന്നും വെച്ചോറും 4 ബെഡ്റൂം എടുത്ത് പറഞ്ഞു. ബാൽക്കണിക്ക് ആയിട്ട് കിഡിലെ ആംബിയൻസ്. 2 ദിവസം കൊണ്ട് നിന്നിട്ട് ഞാൻ സ്ഥിരം മതി നമുക്ക് അടിപൊളി പ്ലേസിലേക്ക് പോവാം. അതേതാ? പ്രകൃതി രമണി. യെസ്, ഇതാണ് ബട്ടർഫ്ലൈ ഏരിയ. ഇത് ഡൈനിങ് ഏരിയ ആണ്. പക്ഷെ അവിടെ നമുക്കൊരു ടെലിസ്കോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ അറ്റത്ത് എന്തൊരു പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ ചുറ്റും കാടായതുകൊണ്ട് തന്നെ ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തായാലും വരാൻ പറ്റിയൊരു സ്പേസ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് ഫോറിനേഴ്സിനൊക്കെ. അതെ, കേരള തനിമ, കേരള ഫുഡ്, കേരള സ്പൈസസ്, പിന്നെ കൃഷി. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ ഫോറിനേഴ്സിനാണ് ഈ സ്പേസ് ഇഷ്ടപ്പെടുക കേട്ടോ. അതെ, ട്രെക്കിങ് അവർ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല ഇത് ഫാം സ്റ്റേ ആയതുകൊണ്ട് ഒത്തിരി നടന്ന് എന്റെ പൊന്നോ കണ്ടാലും മതിയാവില്ല. നടന്ന് വരിപ്പളകുന്ന പറഞ്ഞു. അങ്ങനെയല്ല, പക്ഷെ നമ്മളെ പോലെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോകും. ശരിയാണ്. പക്ഷെ അവരങ്ങനെയല്ലോ. ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ്, അതും പ്രത്യേകിച്ച് ഞങ്ങൾ ഇനി വരുന്നുണ്ട് ഫുഡിനെ കുറിച്ച് ഓരോ സെക്ഷൻ ആയിട്ടല്ലേ. അതെ, അത് കണ്ടറിയാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട. ഇപ്പൊ നമ്മൾ ആട്ടിയാലോ കുറച്ചു നേരം. വന്ന് ഒന്ന് ചുറ്റി നടന്നെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചരയൊക്കെ. അപ്പൊ നമ്മുടെ മെയിൻ റീൽ ഷൂട്ട് തുടങ്ങി. ഇതൊക്കെയാണ് റീൽ ഷൂട്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഫുൾ കോമഡി ആയിരുന്നു. ചിരിച്ചതിന്റെ പൊന്നൊന്നും പറയാനില്ല. കുറെ ബ്ലൂപ്പേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പത്തേക്കും ഷൂട്ട് കഴിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ചായ വന്നു. ചായയും നമുക്ക് എന്തെന്ന് കൊഴുക്കട്ട ഒക്കെ ആയിരുന്നു നമ്മുടെ സ്നാക്സ് ആയിട്ട് തന്നത്. പിന്നെ നമ്മൾ നേരെ പൂളിലോട്ട് ഇറങ്ങി. ഇൻഫിനിറ്റി പൂൾ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. അടിപൊളി ഇൻഫിനിറ്റി പൂളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് നേരെ നമ്മൾ കിച്ചണിലോട്ട് പോവാണ്. അപ്പൊ എന്റെ സ്പെഷ്യൽ. അതെ, അവിടെ ചെന്നപ്പോ അമ്മുന് കുക്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം. അമ്മു അതിന് കുക്ക് ചെയ്ത് അവിടെ വായി നോക്കി ഇരിക്കുകയാണ് അവിടെ. അല്ല, ഞാൻ ഷെഫിന് വേണ്ട കൈപ്പൊടികളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്റെ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഷെഫാണ്, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പുള്ളിക്ക് അറിയാൻ പാടാത്ത കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു പുള്ളി. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നോക്കി ഒന്ന് പഠിക്കുകയാണ് ഞാൻ. എങ്ങനെ ഇളക്കണം എന്ന് പറയാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അടിപൊളിയായിരുന്നു. അവിടെ ഡിഷസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഇനിയുണ്ട്. ഇത് നമ്മുടെ ഒരു ചെറിയൊരു സാമ്പിൾ പഠിക്കട്ടെ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഐറ്റംസ് ആയിരുന്നു. അപ്പൊ അത് റെഡി ആവട്ടെ. ആ ടൈമിൽ നമുക്കൊന്ന് കളിച്ചിട്ട് വരാം. അപ്പൊ പ്ലേയിങ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വന്ന് സാലഡ് ആണ്. പീനട്ട് സാലഡ് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ആ സ്റ്റാർ ഫ്രൂട്ട് അവിടെ ഉണ്ടാവുന്നുണ്ടോ? അതാ, അതിന്റെ ജ്യൂസാണ് നമ്മൾ ചെന്നപ്പോ തന്നത്. അതായിരുന്നു. അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. എന്റെ പൊന്നോ, ഇത് വന്നതും പോയതൊന്നും അറിഞ്ഞില്ല. എന്റെ പൊന്നോ, പിലോപ്പി. എന്തായിരുന്നു ഇതിന്റെ പേര്? ഫിഷ് സ്റ്റേക്ക്. അപ്പൊ അതും അടിപൊളിയായിരുന്നു. അതായത് ബട്ടറിൽ ഇങ്ങനെ സോട്ട് ചെയ്തെടുത്ത് പ്രിപ്പറേഷൻ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഫുഡൊക്കെ അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ. നമ്മള് ഫുഡ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. പിന്നെ നമുക്ക് അവിടെ ഓപ്പൺ തിയേറ്റർ ഉണ്ട്. പിന്നെ ആസ്ട്രോണമി, അതായത് വാന നിരീക്ഷണത്തിന് പറ്റിയ അടിപൊളി സാധനം അവിടെ ഉണ്ട്. അത് നമ്മുടെ സ്റ്റാർസും മൂണൊക്കെ നോക്കിയിരിക്കാൻ പറ്റും. ഓക്കെ, അത് അടിപൊളിയാണ്. പിന്നെ രാത്രിയും പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ വന്നു. അപ്പത്തേക്കും നമുക്ക് രാവിലെ നമ്മുടെ നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പം സെറ്റ് ചെയ്ത് തരും. അതുപോലെ ലൈവായിട്ട് നമുക്ക് അവിടെ ദോശ ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, ഇഡ്ഡലി പ്രിപ്പയർ ചെയ്യുന്നിട്ട് ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം ഇവിടുത്തെ ഫാമിലി തന്നെയാണ്. അതെ, സ്പൈസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിൽ മിക്കതും നമുക്ക് ഇവിടെ തന്നെ ഈ ഫാമിൽ അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഒരു 30 ഏക്കർ ഉള്ള ഫാമാണ്. യെസ്. അപ്പൊ നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോയി. ട്രക്കിങ് ചെല്ലുമ്പോൾ ഒരു വാട്ടർഫോൾ ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് തീർന്നു പോയി. നിങ്ങൾ വന്നാൽ എന്തായാലും എൻജോയ് ചെയ്യും കേട്ടോ. നമ്മുടെ ഫോളോവേഴ്സിനാണെങ്കിൽ 20% ഡിസ്കൗണ്ടും ഉണ്ട്. നമ്മുടെ ഏതെങ്കിലും റീലോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇടുക്കിയിലുള്ള പാഞ്ചാലിമേടിലെ നമ്മുടെ ഹൈ റേഞ്ച് റിസോർട്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നോളൂ, അടിച്ചു പൊളിക്കാം. കാണാം. ബൈ.